ഞാൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നല്ല സന്തോഷത്തിലാണ്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടാണ് പോകുന്നത്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലത്തെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പാടെ നമ്മളിങ്ങനെ എപ്പോഴും തീരുമാനിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദിവസം ഒന്ന് കൂടുക എന്നുള്ളത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും സ്റ്റേ അടിച്ച് പിന്നെ രാത്രിയൊക്കെ കറങ്ങി അടിച്ച് നടന്ന് പേരാപാര നടന്ന് പിന്നെ ഫുഡുകളൊക്കെ കഴിച്ച് പിന്നെ രാത്രി നമ്മൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് നേരം വെളുപ്പിച്ച് അങ്ങനെ ഒരു ദിവസം കുറേ ആയിട്ട് നമ്മുടെ പ്ലാനിങ്ങിലുള്ളതാണ്. അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഏറെക്കുറെ ദിവസവും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ. അവിടെ ഞങ്ങൾ എന്താ പറയാ ഭയങ്കര രസമായിരുന്നു. രാത്രി പുറത്ത് കറങ്ങി നടക്കലും രാത്രിയും കണ്ടെങ്കിലും കഴിക്കാൻ പോലും സിനിമയ്ക്ക് പോലും പിന്നെ രാത്രിയും പകലും ഇല്ലാണ്ട് വർത്താനം പറഞ്ഞ് നേരം വെളുപ്പിക്കലും അങ്ങനെ ലൈഫായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അതുപോലെ ഒരിക്കലും ഇതാവില്ല, പക്ഷെ അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതല്ലേ എന്നുള്ളൊരു തോട്ട്സ് നമ്മുടെ മനസ്സിൽ കുറെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി അപ്പം എൻ്റെ ഫ്രണ്ട്സായ സൂര്യ, ഹിബ, പിന്നെ എൻ്റെ ജൂനിയർ സ്മിത അവരൊക്കെയാണുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറേ ആയി വ്ലോഗൊക്കെ എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ലോഗ് ഒട്ടും പ്രോപ്പർ ആയിരിക്കത്തില്ല, കുറെ പോരായ്മകൾ ഉണ്ടാവും കേട്ടോ. ട്രെയിനിൽ കയറിയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു 2:45 ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ അവിടെ കോഴിക്കോട് എത്തുന്ന വിഷ്വൽസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സൂര്യാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓളേനെ മീറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ റൂം ചെക്ക് ഇൻ ചെയ്തു. നല്ല അത്യാവശ്യം നല്ല എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതേപോലെ സൗകര്യമുള്ള, നല്ല ഹൈജീൻ ഉള്ള ഒക്കെയുള്ള ഒരു നല്ല റൂം തന്നെയായിരുന്നു കേട്ടോ. വെൽക്കം ടു മൈ ഹോം. എന്താ ഒരു കണ്ണിന്റെ വാല് ഞാൻ തുടച്ചതാ, ഒരു കണ്ണിന്റെ വാല് മാത്രമേ ഉള്ളൂ, വേറൊരു കണ്ണിന് വാലില്ല. സൂര ഹായ്, ഞങ്ങൾ പോവുകയാണ്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഹിബ വന്നു. ഒരാളും കൂടെ വരാനുണ്ട്. അവള് കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് സംഭവം റെഡി ആയതിനു ശേഷം നേരെ SM സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു ലഹള ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ. SM എന്ന് ടോപ്പ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. ഞാനൊരു 3 കുർത്തയാണ് എടുത്തത്. പിന്നെ ഒരു എന്താ പറയുക ഒരു ജീനും എടുത്തിട്ടുണ്ടായിരുന്നു. കുർത്തയ്ക്ക് ഒരെണ്ണത്തിന് 250 റുപ്പീസ് വരുന്നുള്ളൂ കേട്ടോ. അതും നല്ല അടിപൊളി കുർത്ത ഗൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വെറും 250 രൂപയ്ക്ക് കുർത്ത കിട്ടിയിട്ടാ. 3 എണ്ണം കിട്ടി, 3 കുർത്ത. ഒരെണ്ണത്തിന് 250 റുപ്പീസ് വെച്ചിട്ട്. പാൻസിന് 350 രൂപയാണ്. പാൻസിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്മതി കയറി വന്നത് കേട്ടോ. കുറച്ച് ലേറ്റ് ആയോളെ എത്താൻ വേണ്ടിയിട്ട്. അടുത്തത് പോയത് ഈ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ബട്ടർ ഷേക്ക്, പിന്നെ കോക്ടെയില്, പിന്നെ മിക്സഡ് ബട്ടർ കോക്ടെയില്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് അത് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീ പഴുത്തിരിക്കുന്നു, നീയും ഇത് ഒരേപോലെ ഉണ്ട്. പിന്നെ അതേ കുറ്റിച്ചിറ പള്ളി നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കുറച്ചൊരു നോക്കി നിന്നിട്ടു. കാരണം ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള കുളം, കുറ്റിച്ചിറ കുളം, അതും വേറെ തന്നെ വൈബായിരുന്നു. അവിടെ നൈറ്റ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുകയും ഫോട്ടോസ് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യലായിരുന്നു അവിടെ പരിപാടീസ്.
പിന്നെ നമ്മൾ കോഴിക്കോട് നല്ല വൈറലായ ഫേമസ് ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി പോയി. അവിടുത്തെ ഊക്കം തിരക്ക് കണ്ടിട്ട് എന്റെ മൂതല ഇറങ്ങിട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞവര്. അപ്പൊ നമ്മള് നൈസായിട്ട് അവിടെ നിന്ന് കണ്ട് പോന്ന് നേരെ വിട്ടത് പിന്നെ ബീച്ചിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീച്ചിൽ കുറെ തെണ്ടിത്തിരിഞ്ഞതിന് ശേഷം പിന്നെ മെഹദി പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാ. ഞാൻ ഹണി അൽഫാമാണ് പറഞ്ഞത്, മറ്റൊരു പിരിപിരി ആയിരുന്നു. കഴുത്ത് വരെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഹാപ്പി ആയിട്ട് പിന്നെ നേരെ റൂമിലേക്ക് വിട്ടു. ഇനി ഒന്നിനും പറ്റൂല, കാരണം അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ റൂമിലെത്തിയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഇടാൻ കൊള്ളില്ല, കാരണം നമ്മൾ നൈറ്റ് വെയർസ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നേരെ രാവിലത്തെ വിഷ്വൽസ് ആണ് കേട്ടോ. നമ്മൾ രാവിലെ റെഡി ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. പാറകളിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. അവിടുത്തെ പൊറാട്ടയും സ്റ്റൂവും ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വെള്ളയപ്പവും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഒക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ റഹ്മത്തിന്റെ ഫുഡും കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. ട്രെയിനിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പിരിയായിരുന്നു. അപ്പൊ അത്രയുള്ള ഒരു ചെറിയ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ബൈ.